കൂത്താട്ടുകുളം കാക്കൂരിൽ ഭർത്താവും ഭർത്തൃമാതാവും വീട്ടിൽ നിന്നിറക്കിവിട്ട അമ്മയും മകനും കഴിഞ്ഞ 2 മാസം കഴിഞ്ഞത് റബ്ബർ തോട്ടത്തിലെ വിറകുപുരയിലാണ്. ഭിത്തികളില്ലാതെ 4 തൂണുകളിൽ നിൽക്കുന്ന വിറകുപുരയിലാണ് 11 വയസ്സുകാരനും അമ്മയും കഴിഞ്ഞുകൂടിയത്. വൈകുന്നേരം അമ്മ വാങ്ങിക്കൊണ്ടുവരുന്ന ഭക്ഷണം മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ കഴിക്കും. കാട് മൂടിയ വഴിയിലൂടെ വേണം വിറകുപുരയിലെത്താൻ. അമ്മ വരുന്നതുവരെ കുട്ടി ട്യൂഷൻ ക്ലാസ്സിലോ അയൽപ്പക്കത്തെ വീടുകളിലോ പോയിരിക്കും. അമ്മ എത്തുമ്പോഴാണ് വിറകുപുരയിലെത്തി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നത്. കുട്ടിയുടെ ബാഗിൽ ജ്യൂസ് കുപ്പികൾ സ്ഥിരമായി കണ്ട് സംശയം തോന്നിയ അധ്യാപകർ ചോദിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. രാവിലെ ഭക്ഷണം കഴിക്കാൻ അമ്മ നൽകുന്ന പണം കൊണ്ട് കുട്ടി ജ്യൂസ് വാങ്ങി കുടിക്കും. ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് ലഭിക്കും. അധ്യാപകർ കാക്കൂരിലെ വീട്ടിലെത്തി വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം പോലീസിലും ശിശുക്ഷേമ സമിതിയിലും പരാതി നൽകിയതോടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. ഭർത്താവിന് യുവതിയിലുള്ള സംശയമാണ് കലഹത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇന്നലെ രാത്രി കൂത്താട്ടുകുളം പോലീസ് എത്തി അമ്മയെയും മകനെയും തിരികെ വീട്ടിലേക്ക് കയറ്റി. ഇവർ താമസിച്ച വിറകുപുര പൊളിച്ചു നീക്കണമെന്നും അമ്മയ്ക്കും കുട്ടിക്കും ആവശ്യമായ താമസ സൗകര്യവും ഭക്ഷണവും ഉറപ്പാക്കണമെന്നും പോലീസ് കർശന നിർദ്ദേശം വീട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ശിശുക്ഷേമ സമിതി അധികൃതർ സ്കൂളിലെത്തി കുട്ടിയുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു.